ഹായ് ഗൈസ്, വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് രണ്ട് കാര്യങ്ങൾ. ഫസ്റ്റ്, നിങ്ങൾ അപ്പൂപ്പൻ ആൻഡ് ബോയ്സ് പണ്ടോട്ടേ കാണുന്ന ഒരാളാണെങ്കിൽ, അതായത് നിങ്ങൾ OGസിൽ ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കുറേ കൂടി ഇഷ്ടപ്പെടും. അതല്ല നിങ്ങളൊരു പുതിയ സബ്സ്ക്രൈബറാണ്, നിങ്ങൾ ഈ ചാനൽ ഡിസ്കവർ ചെയ്തിട്ട് അധികം നാളായില്ലെങ്കിൽ സ്റ്റിൽ ബൈ ഓൾ മീൻസ് ഈ വീഡിയോ കാണാം. പക്ഷേ നിങ്ങൾ പണ്ടോട്ടേ ഈ ചാനൽ കാണുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഡെഫിനറ്റ്ലി കുറേ കൂടി ഇഷ്ടപ്പെടും. സെക്കൻഡ്ലി ഗൈസ്, ഈ വീഡിയോ ഓണത്തിന് മുമ്പ് അപ്ലോഡ് ചെയ്യുന്നതാണ്. എൻ്റെ ഹെൽത്ത് ഇടയ്ക്ക് ഇത്തിരി ലോ ആയിപ്പോയി, അതുകൊണ്ടാണ് ഈ ഡിലേ വന്നത്. ഓക്കെ, സോ ഒട്ടും സമയം കളയുന്നില്ല, എൻജോയ്. അപ്പോൾ എല്ലാവർക്കും ഫോർഗോട്ടൻ മലയാളം മൂവീസിലേക്ക് സ്വാഗതം. ഇവിടെ നമ്മൾ മലയാള സിനിമയിൽ തന്നെ ഏറ്റവും വലിയ മർഡർ മിസ്റ്ററീസിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ സിനിമയാണ് അപ്പൂപ്പൻ ആൻഡ് ബോയ്സ് യൂണിവേഴ്സിലെ 2020 ബാങ്കിങ് അവേഴ്സ് 24. അസിസ്റ്റന്റ് ഡയറക്ടഡ് ബൈ ഫിലിപ്പ് ആൻഡ് അസോസിയേറ്റ് കമാര വർക്ക് ഡൺ ബൈ പൂപ്പി. ഇന്ദ്രനാണ് കൗസ്റ്റ്യൂം ചെയ്തിരിക്കുന്നത് ആൻഡ് ആർട്ട് ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത് സാലു കെ ഗറോഗയാണ്. ഒട്ടു സമയങ്ങളിൽ നമുക്ക് ഫസ്റ്റ് സെഗ്മെന്റിലേക്ക് കടക്കാം. ദ ഡിലമ. കൊച്ചിയിലെ ആൾക്കാരെല്ലാം കൂടെ പെറ്റ് കിടക്കുന്ന ഒരു ബാങ്കാണ് ലിമോ ബാങ്ക്. ആൻഡ് ഐ എം നോട്ട് കിഡിങ് ഗൈസ്. പടം തുടങ്ങി രാവിലെ 10 മണിയുടെ ഷോട്ടിൽ ഈ പിങ്ക് ഷർട്ടും ഈ നീല ഷർട്ടും ബാങ്കിന്റെ പുറത്തിറങ്ങും. 11 മണിയുടെ ഷോട്ടിൽ എവന്മാർ രണ്ടും വീണ്ടും ബാങ്കിനകത്ത് വരും. 11:30 ഷോട്ടിൽ അവന്മാർ വീണ്ടും ബാങ്കിനകത്ത് ഇറങ്ങും. 12 മണിയുടെ ഷോട്ടിൽ അവന്മാർ വീണ്ടും ബാങ്കിനകത്ത് ഇറങ്ങും. 1 മണിയുടെ ഷോട്ടിൽ അവന്മാർ വീണ്ടും ബാങ്കിനകത്ത് ഇറങ്ങും. നിങ്ങൾ ബാങ്കിനെ വല വെച്ച് പൂജിക്കുന്ന ബാങ്ക് കയറി ഇറങ്ങി അവസാനം പടം തീരുമ്പോൾ അവന്മാർ രണ്ട് ഫ്രണ്ട്സ് ആവും. ലീമോ ബാങ്ക് ഭയങ്കര സീനാണ്, ഭയങ്കര വലുതാണ്. സോ ഹ്യൂജ് ദാറ്റ് ലീമോ ബാങ്കിനകത്ത് ഒരു വലിയ പബ്ലിക് ബാത്റൂം ഒക്കെ ഉണ്ട്. ആൻഡ് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാണ് ലീമോ ബാങ്ക് കൊള്ളയടിക്കാൻ വരുന്ന തീവ്രവാദികൾ. നമ്മുടെ ടാർഗറ്റ് ഇതാണ്. എൻട്രൻസ് കയറി ചെന്നാൽ റിസപ്ഷൻ, ഇവിടുന്ന് റൈറ്റ് പോയാൽ റിഫ്രഷ്മെന്റ് ഏരിയ ആൻഡ് നിയർ ബൈ ബാത്റൂം. ശരിയാ, കൊള്ളയടിക്കുന്നതിന്റെ കക്കുസി പോകാൻ തോന്നി എന്ത് ചെയ്യും? ആൻഡ് നിയർ ബൈ ബാത്റൂം. ഈ കളിക്കൊടുക്ക തീവ്രവാദികൾക്ക് ഈ വളച്ച പ്ലാൻ പറഞ്ഞു കൊടുത്ത ആളാണ് മാസ്റ്റർ ഓഫ് ക്രിമിനൽസ് സൽമാൻ. അവൻ അവിടെ മാസ്റ്റർ ഓഫ് ക്രിമിനൽസ് സൽമാൻ. എത്തേണ്ട സമയത്ത് തന്നെ സൽമാൻ ബാങ്കിലെത്തിക്കും. അപ്പൊ ഈ തീവ്രവാദികൾ സോ സ്റ്റുപ്പിഡ്. എമ്മാരെ ബാങ്കിൽ എത്തിയിട്ട് ആദ്യം ചെയ്യുന്നത് അറിയുമോ? 3 പേര് അവരുടെ തോക്ക് പുറത്തെടുക്കും പട്ടാപ്പകൽ ആൾക്കാരുടെ മുമ്പിൽ വെച്ച്. എന്നിട്ട് സിങ്കിൽ ലോഡ് ചെയ്തിട്ട് തിരിച്ച് ബാഗിൽ വെച്ചിട്ട് വെയിറ്റ് ചെയ്യും. ഈ മണ്ടത്തരമല്ല ആരുടെ തലച്ചോറിലെ ഉത്ഭവിക്കുന്നതെന്ന് അറിയാമോ? ഇയാളുടെ കൂടെ ബാങ്ക് മോഷ്ടിക്കാൻ പോലുണ്ടല്ലോ. അതെ സാലേ തൂത്തോ ഗയാ. സട്ടിലായിട്ടുണ്ട്. ബാങ്ക് മോഷ്ടിക്കാൻ വന്നതെന്ന് പറയേയില്ല. ആൻഡ് ഈ തീവ്രവാദികൾ ഈ ഹൈസ്റ്റിന് വേണ്ടി ഒരു പ്ലാൻ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ബാങ്കിന്റെ. അതെങ്ങാണ് ഒരു ആർക്കിടെക്ചർ കണ്ട അയാൾ തൂങ്ങിച്ചാവും. നമ്മളെയും കാത്ത് കോടികളാണ് ഈ ബാങ്കിലുള്ളത്. കാർ പാർക്കിംഗ് വഴി റിസപ്ഷനിൽ കയറാം. പക്ഷെ റിസപ്ഷനിൽ കയറിയ പിന്നെ ട്രാപ്പാ, പുറത്തിറങ്ങാൻ പറ്റൂല. ജനൽ പൊട്ടിച്ചാണ് ബാങ്കിനകത്ത് കയറാൻ. ഓ, ഈ ബാങ്ക് ആക്ച്വലി ഈ പ്ലാൻ അനുസരിച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ലിമോ ബാങ്ക്. ആൻഡ് ഈ വളിച്ച പ്ലാനും കൊണ്ട് ഈ തീവ്രവാദികളുടെ വിചാരം എന്താണെന്നറിയാമോ? വിൽ ബിക്കം റിച്ച്. കൊള്ളാം മക്കളെ, നിങ്ങളെ ചേട്ടൻ നിരുത്സാഹപ്പെടുത്തുന്നില്ല. ആൻഡ് നിയർ ബൈ ബാത്റൂം. അപ്പൊ ഒരു വശത്ത് ഈ കളിക്കൊടുക്ക തീവ്രവാദികളുണ്ട്, മറുവശത്ത് ഷാങ്കിയെ വേറെ ഏതോ ലെവൽ എക്സിസ്റ്റൻഷ്യൽ പ്രോബ്ലംസുമായിട്ടൊക്കെ ഡീൽ ചെയ്യാം. ഷാങ്കിയുടെ മോൾക്ക് ഒരുത്തന്നെ ഇഷ്ടം, അതുകൊണ്ട് മോളെ കൊണ്ട് നാട് കടക്കാനുള്ള പ്ലാനാണ് ഷാങ്കി. പലവട്ടം ഞാൻ വാൺ ചെയ്തിട്ടുണ്ട് അവനെ കാണരുതെന്ന്. പക്ഷെ ഷാങ്കിയുടെ മോൾക്ക് ഇഷ്ടമുള്ളവൻ ആക്ച്വലി നല്ലൊരുത്തന്നെ, അവനൊരു ജോലിയൊക്കെ ഉണ്ട്. അച്ഛന്റെ ഫ്രണ്ടിന്റെ കമ്പനിയില്ല, ജോലിയൊക്കെ ഏതാണ്ട് ശരിയാമട്ട. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടായിരിക്കും ഷാങ്കിക്ക് അവനോട് ഇത്ര വിരോധം? ഇറ്റ്സ് ബിക്കോസ് ഷാങ്കിക്ക് അറിയാം അവനൊരു ടൈം ട്രാവലറാണ്. ഷാങ്കി ഇത് ആദ്യം ശ്രദ്ധിക്കുന്ന ജിമ്മിൽ വെച്ചാ. അവൻ ഷാങ്കിയുടെ മോൾക്ക് ഉച്ചയ്ക്ക് 1:48 മെസ്സേജ് അയക്കും. അടുത്ത ഷോട്ടിൽ ഷാങ്കി ഫോൺ എടുത്ത് നോക്കുമ്പോൾ അവൻ അതേ മെസ്സേജ് 1:43 അയച്ചിരിക്കുന്നു. ഇത് കണ്ട് പേടിച്ച ഷാങ്കി അടുത്ത ദിവസം രാവിലെ 10 മണിക്ക് മോളയും കൊണ്ട് ലീമോ ബാങ്കിലെത്തും. നോക്കുമ്പോൾ അവിടെയും ടൈം ട്രാവൽ. രാവിലെ 10 മണിക്ക് തുറന്ന ബാങ്കിൽ വെച്ച് ടൈം ട്രാവൽ മോൾക്ക് ഒരു മെസ്സേജ് അയക്കും. അത് 12 മിനിറ്റ് പാസ്റ്റിലോട്ട് പോയി മോളുടെ ഫോണിൽ 9:48 പ്രത്യക്ഷപ്പെടും.
പകരം തിരിച്ച് മോൾ 9:58 ഒരു മെസ്സേജ് അയക്കും, ഐ ആം ഹെൽപ്പ്. അത് ടൈം ട്രാവലറുടെ ഫോണിൽ എത്തുന്നത് ഉച്ചയ്ക്ക് 12:55. BSNL ആയിരിക്കും. അങ്ങനെ ഈ ടൈം മാനിപ്പുലേറ്ററിന്റെ അടുത്തുനിന്ന് മോളെ കൊണ്ട് രക്ഷപ്പെടാൻ നടക്കുകയാണ്. അപ്പോൾ ഒരു വശത്ത് കളിക്കൊടുക്ക തീവ്രവാദികളും, മറുവശത്ത് ഷാങ്കി, ഇനി ഇപ്പുറത്ത് യസ്മാൻ ഇർഷാദ് ഉണ്ട്. ഇർഷാദ് വേറെ ഏതോ ലെവൽ ഡേഞ്ചറസ് പ്രോബ്ലംസ് ആയിട്ട് ഡീൽ ചെയ്യാം. ഇർഷാദിന്റെ മോളെ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് ഡയറക്ടറായ സലീം ബാവ തട്ടിക്കൊണ്ടുപോകും. ആൻഡ് അത് പറയാൻ ഇർഷാദിനെ വിളിക്കുകയാണ് ഇർഷാദിന്റെ ഭാര്യ. കൊള്ളാം, ഭാര്യയുടെ നമ്പർ ഒന്ന് സേവ് ചെയ്തിട്ടില്ല. ഗുഡ് ജോബ് ഇർഷാദ്. ഓൾസോ ഇതെന്താ ഭാര്യ വിളിക്കുമ്പോ ഈ DP? സലീം ബാവയ്ക്ക് ഫോർ സം റീസൺ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് ഉണ്ടാക്കി വെച്ച 2 കോടി നഷ്ടം ഇർഷാദിന്റെ നിന്നാണ്. 2 CR 2 കോടി രൂപയാണ് ഞങ്ങളുടെ ഡിമാൻഡ്. നോ പറയാൻ ഇറങ്ങിവിടാത്തതുകൊണ്ട് തന്നെ നമ്മുടെ യസ്മാൻ 2 കോടിക്ക് യെസ് പറയും. എന്നിട്ട് ബാങ്കിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്യാൻ വന്നേക്കുക. ഓക്കെ, അപ്പൊ കളിക്കൊടുക്ക തീവ്രവാദികളായി ഷാങ്കിയായി യസ്മാൻ ഇർഷാദായി. ഇനി ഒരാളും കൂടെ ബാങ്കിൽ വന്നിട്ടുണ്ട്, ലക്ഷ്മി പ്രിയ. എന്തായി? ഒരു 10 മിനിറ്റും കൂടെ അച്ഛാ. ടോക്കൺ നമ്പർ 47 ആയിട്ടുണ്ട്. എന്റേത് 101. 47 101 വരെ 10 മിനിറ്റിലോ? ഭയങ്കര ഫാസ്റ്റ് ആണല്ലോ. ലിമോ ബാങ്ക്. ലക്ഷ്മി പ്രിയ ബാങ്കിൽ വന്നേക്കുന്നത് ഭർത്താവ് അറിയാതെ കുറച്ച് സ്വർണം പണയം വെക്കാനാണ്. ഇവിടെ ഈ ഗോൾഡ് ലോൺ വെക്കുന്നതിന്റെ ഫോർമാലിറ്റീസ് എന്തൊക്കെയാ? കാരണം ഭർത്താവ് അറിയാൻ അദ്ദേഹം ഒരിക്കലും സ്വർണം പണയം വെക്കാൻ സമ്മതിക്കില്ല. കാരണം അദ്ദേഹം അത്രയ്ക്ക് നല്ല മനുഷ്യന്. ഈജിപ്ഷ്യൻസിനെ പിരമിഡ് പണിയാൻ സഹായിച്ച, ഐസക് ന്യൂട്ടന്റെ തലയിൽ ആപ്പിൾ എറിഞ്ഞ് കള്ളിയങ്കാട്ട് നീരിയെ ചോര കുടിക്കാൻ പഠിപ്പിച്ച മലയാള സിനിമയിലെ ഏജ് ഓൾഡ് വാമ്പയർ ഇമ്മോർട്ടൽ JK. JKനെ അറിയാലോ ഗൈസ്, ഭാര്യ ഒരിക്കലും വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ നോവി. നിന്റെ പറച്ചിൽ കേട്ടാ തോന്നും നിന്നെ കെട്ടിയ വകയില് ബാക്കി തരാനുള്ള ശ്രീധനക്കാശ് തരാനാ നിന്റെ അച്ഛൻ വന്നേക്കുന്നെന്ന്. എന്റെ അടുത്ത് നിരക്കാനല്ലേ? JK എന്തായത് ഭാര്യനെ പറയുന്നുകൊണ്ടൊന്നും തോന്നരുത്. നിങ്ങളുടെ മകളെ കെട്ടിക്കൊണ്ടുവന്നപ്പം എനിക്ക് സ്ത്രീധനം തന്ന വക. വളരെ മോശം. എന്തായത്? മുതിർന്നവരോട് കുറച്ചുകൂടെ റെസ്പെക്റ്റ് ആയി കാണിക്കണ്ടേ? മുത്തശ്ശ എനിക്ക് JKക്ക് നിങ്ങളെക്കാൾ എത്ര പ്രായം ഉണ്ടെന്ന വിചാരം ഉള്ളതല്ല ഈ കാണുന്നതൊന്നും. ഇതൊക്കെ ഞാൻ ഒറ്റ. ഗുഡ് ബോയ് മുത്തശ്ശ. മുത്തശ്ശൻ JKയുടെ അടുത്ത് നിന്ന് കുറച്ച് പൈസ ഇറക്കാൻ വന്നേക്കുക. പക്ഷെ JKക്ക് അതൊന്നും ടൈമില്ല. JKയുടെ ഗ്രേറ്റ് ഗ്രാൻഡ് ചിൽഡ്രനോട് കളിച്ചുകൊണ്ടിരിക്കുക. ആവശ്യം വരുമ്പോ സഹായിക്കുമെന്ന് കരുതി, പക്ഷെ എനിക്ക് തെറ്റി. ഞങ്ങൾ ഇവിടെ വരാൻ പാടില്ലായിരുന്നു. JK മൈൻഡ് ചെയ്യുന്നില്ല. പക്ഷെ എനിക്ക് തെറ്റി. ഞങ്ങൾ ഇവിടെ വരാൻ. കൊള്ളാൻ JK. ഇങ്ങനെ വേണം നമ്മൾ നമ്മുടെ ശത്രുക്കളെ മാനസികമായി തളർത്താൻ. പക്ഷെ എനിക്ക് തെറ്റി. ഞങ്ങൾ ഇവിടെ വരാൻ. ഓക്കെ, അപ്പൊ ഇവരൊക്കെയാണ് നമ്മുടെ ബാങ്കിൽ വന്നിട്ടുള്ള ആൾക്കാർ. ഓൾസോ ഫോർ സം റീസൺ മാഡ് സയന്റിസ്റ്റ് ഇസ് ഹിയർ. And he is just being himself. Sheila, what the hell, man? What the fuck is going on here? Okay, chill, mad scientist, chill. Look, Mr. പറഞ്ഞില്ലേ? Look, mister. Okay. Look, mister. Okay, അപ്പോൾ ഇവരൊക്കെയാണ് നമ്മുടെ ബാങ്കിൽ വന്നിട്ടുള്ള NPCs. ഇനി നമുക്ക് മെയിൻ ക്യാരക്ടേഴ്സിലേക്ക് കിടക്കാം. അടുത്ത സെഗ്മെന്റ്, ദ ബിഗ് ഫിഷ്. കയ്യിലാണ് അജയ്. വെറും അജയ് അല്ല, അജയ്ടാ. അജയുടെ ഒരു സ്ത്രീലമ്പടനം എന്നൊക്കെ പറഞ്ഞാൽ ബാങ്കിൽ മര്യാദയ്ക്ക് ഫോം ഫിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു റാൻഡം പെണ്ണിന്റെ അടുത്ത് പോയി. You're very wild, yaar. You're very sexy, yaar. Stop it, idiot. Please, da. Just cool, yaar. You're very wild, yaar. You're very sexy, yaar. Just cool, yaar. Can you not do that, yaar? You're very sexy, yaar. ചുരുക്കി പറയുകയാണെങ്കിൽ ബാക്കി എല്ലാവർക്കും ഇത് ബാങ്കിങ് അവേഴ്സ് 10 to 4 ആണെങ്കിൽ അജയുടെ ഇത് വാങ്കിങ് അവേഴ്സ് 10 to 4. സൗന്ദര്യം എവിടെ കണ്ടാലും ഒപ്പിയെടുക്കണം എന്റെ ഒരു ശീല. ദാറ്റ്സ് മീ അജയ്. താൻ ആരാലും ഞങ്ങൾക്ക് എന്താ? അടുത്ത അവർ അജയുടെ ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഒരു ദിവസം അജയുടെ ലിഫ്റ്റിലിരുന്ന് കോൾ പ്ലേ കോൺസെർട്ടിൽ പിടിച്ച ചേച്ചിയെ ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഗസ്റ്റ് ഹൗസിലെ നിന്റെ പ്രകടനങ്ങളൊക്കെ ഇപ്പോഴും എന്റെ കയ്യിലുണ്ട്. അതൊക്കെ നിന്റെ ഹസ്ബൻഡ് അറിഞ്ഞ
പാവം അയാൾക്കത് സഹിക്കാൻ പറ്റുമോ ആവോ. ഷോ അജയുടെ ഈ ഊമ്പിയ ബ്ലാക്ക് മെയിൽ സഹിക്കാൻ പറ്റാതെ കോൾഡ് പ്ലേ സ്ത്രീ കുറച്ച് ഫോറിൻ ഗുണ്ടകളായിരിക്കും. The lift is going now down, but again it will go upstairs along with you. Not the lift, but it's your life. Understand? ഓക്കെ ചേട്ടാ, ഐ ടോട്ടലി ഡി നോട്ട് അണ്ടർസ്റ്റാൻഡ്. ടേൺസ് ഔട്ട് ബാങ്കിങ് അവേഴ്സിന് ഒരു ഇംഗ്ലീഷ് ഡബ് വേർഷൻ ഉണ്ട്, ആൻഡ് അതിന് യൂട്യൂബിൽ മലയാളം വേർഷനേക്കാൾ കൂടുതൽ വ്യൂസ് ഉണ്ട്. ഫോറിൻ ആളുകൾക്ക് ഇതെല്ലാം ഇഷ്ടമാണെന്ന് തോന്നുന്നു. എനിവേസ്, അവരുടെ സന്തോഷത്തിന് വേണ്ടി നമുക്ക് അടുത്ത 2 മിനിറ്റ് ഇംഗ്ലീഷിലാകും. അടി കൊണ്ട് അജയുടെ വീട്ടിലെത്തും. So fast I've reached the house. കൊച്ചിയിലെ ട്രാഫിക്കിൽ ഒരിക്കലും പറയാൻ പറ്റാത്ത സാധനം. So fast I've reached the house. അജയുടെ വീട്ടിൽ കയറുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് അജയുടെ എന്താ ഇങ്ങനെ ഫഗ്ഡ് ഇൻ ദ ഹെഡായി പോയെന്ന്. അജയുടെ അച്ഛൻ ഭദ്രയിൽ പ്രയത്നം കയറി പിടിക്കാൻ നോക്കിയ മനുഷ്യർ, അജയുടെ അമ്മ അമ്പാടി, അജയുടെ ഗേൾ ഫ്രണ്ട് വെറോണിക്ക. എങ്ങനെ മൂഞ്ചി പോകാണ്ടിരിക്കും? അല്പം മനസമാനത്തിനായി ബാൽക്കണി പോയി ഒരു സിഗരറ്റ് വലിക്കാതെ വിചാരിക്കുമ്പോൾ അവിടെ വെറോണിക്ക കുണുങ്ങി വരും. Did your father send you here to advise me? Can I only talk if dad says? പക്ഷെ അജയുടെ ഈ കൊഞ്ചലിനും കുഴലിനും താല്പര്യമില്ല. സ്ട്രെയിറ്റ് ടു ബിസിനസ്. You want to come along with me? ഒരു 10 വർഷം കഴിഞ്ഞ് നിങ്ങളൊന്ന് നോക്കിയോ, ഈ ടിൻഡറിലും ബമ്പിളിലും ഒന്നും ഇങ്ങനെ പിക്കപ്പ് ലൈൻ ഒന്നും കാണില്ല. ഇതുപോലെ ആയിരിക്കും സ്ട്രെയിറ്റ് ഡീലിങ്സ്. You want to come along with me? അല്ല, അജയുടെ അറിയാലോ, ബാങ്കിൽ ഫോം ഫില്ല് ചെയ്തോണ്ടിരുന്ന റാൻഡം പെണ്ണിന്റെ അടുത്ത് പോയി. വെരി സെക്സിയാ. അപ്പൊ പിന്നെ ഒരു പെണ്ണ് ഇങ്ങോട്ട് താല്പര്യം കാണിച്ചു വന്നാ പറയണ്ടല്ലോ, അജയുടെ അവിടെ കത്തിക്കും. Why would you do that? അജയടാ. Oh fuck. Psycho. അടുത്ത ദിവസം രാവിലെ അജയുടെ കുളിച്ചൊരുങ്ങിയത്, കാരണം ജസ്റ്റ് ഒന്ന് ഓസ്ട്രേലിയ വരെ പോകണം. Try to start early. 1:30 is the flight. You should reach the airport before 2 hours. Ajay, I've kept some medicated oil for you in the bag. അമ്പാടി അല്ലേ, വല്ല ഹാഷ് ഓയിലും ആയിരിക്കും. മൈനസ് ഓറയിലായിരിക്കണോ നിങ്ങള്? പക്ഷെ ഓസ്ട്രേലിയയിലേക്ക് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ലീമോ ബാങ്കിലേക്ക് കയറിയത്, കാരണം അങ്ങനെയാണല്ലോ പഴമൊഴി. Morning. Tea or coffee? മോർണിംഗ്. നോ താങ്ക് യു. വെറും കൃഷ്ണ, എല്ലാരും ഉണ്ടല്ലോ. അപ്പൊ ഇതാണ് നമ്മുടെ അജയുടെ കഥ. അജയടാ. അടുത്ത നമുക്ക് കഥയിലെ നായകനിലേക്ക് വരാം. സാങ്കേതിക തികവിന്റെ കുടമാറ്റം. ഇന്ത്യയിൽ നിന്നും മാനുഫാക്ചർ ചെയ്യപ്പെട്ട ലേറ്റസ്റ്റ് പീസ് ഓഫ് ടെക്നോളജി. അമേരിക്കൻ എഞ്ചിനീയേഴ്സ് 20 മിനിറ്റിൽ ചാർജ് ആവുന്ന ടെസ്ല ഉണ്ടാക്കിയപ്പോൾ, ചൈനീസ് എഞ്ചിനീയേഴ്സ് 8 മിനിറ്റിൽ ചാർജ് ആവുന്ന BYD ഉണ്ടാക്കിയപ്പോൾ, മലയാളി എഞ്ചിനീയേഴ്സ് വീട്ടിൽ നിന്നുണ്ടാക്കിയ 7 സെക്കൻഡിൽ ചാർജ് ആവുന്ന ഫുള്ളി ഓപ്പറേഷണൽ ഹ്യൂമനോയിഡ് റോബോട്ട് അനൂപ് മേനോൻ. 3 കാറുകളെ ഓവർടേക്ക് ചെയ്ത് ബൈക്കിലുണ്ടാവും. കലക്കം 3 കാറിനിടയിൽ കൂടെ ബൈക്ക് എക്സ്പ്ലോഷൻ കേൾക്കുമ്പോൾ തന്നെ ഞാൻ ചാർജ് ആവുന്നു. അനൂപ് മേനോൻ ബാങ്കിലെത്തും. കണ്ടുപോഴേ ചാർജ്. ഓക്കെ, സീരിയസ് ആവാൻ ടൈമേ. അനൂപ് മേനോൻ ബാങ്കിനകത്ത് കയറും, എന്നിട്ടൊരു മൂലയിൽ പോയി നിൽക്കും, എന്നിട്ട് സോക്സിനകത്തുനിന്ന് തോക്ക് പുറത്തെടുക്കും, എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും, എന്നിട്ട് തോക്ക് തിരിച്ച് സോക്സ് വെച്ചിട്ട് നടന്നു. രോമാഞ്ച കുഞ്ചിതിനെ ഞാൻ ഈ സീനൊക്കെ ഫിലിപ്പിന്റെയും പൂപ്പിന്റെയും കയ്യിൽ നിന്ന് കേട്ടപ്പോൾ തന്നെ ഞാൻ ചാർജ് ആയി കാണും. കേൾക്കുമ്പോൾ തന്നെ ഞാൻ ചാർജ് ആവുന്നു. അനൂപ് മേനോൻ എന്നിട്ട് ഇങ്ങനെ ബാങ്കിൽ കൂടെ നടക്കുമ്പോൾ നമ്മുടെ അജയുടെ അവിടെ കിടന്ന്, You're very wild, yaar. You're very sexy, yaar. Just cool, yaar. സൗന്ദര്യം എവിടെ കണ്ടാലും ഒപ്പിയെടുക്കണ എന്റെ ഒരു ശീല. That's me, അജയ്. താൻ ആരാലും ഞങ്ങൾക്ക് എന്താ? ഈ പ്രശ്നം അനൂപ് മേനോൻ പോയി അങ്ങ് സോർട്ട് ചെയ്യും. അപ്പോൾ റാൻഡം പള്ളിയിൽ വെച്ചിട്ട് അശോകം പ്രത്യക്ഷപ്പെട്ടിട്ട് പറയും, അനൂപ് മേനോൻ ശക്തിമാനും ബുദ്ധിമാനും. നീ ശക്തിമാനാണ്, ബുദ്ധിമാനുമാണ്. എന്തിനാ മോനെ സസ്പെൻസ്? നീ ആരൊന്ന് പറയടാ. അപ്പൊ അനൂപ് മേനോൻ സ്റ്റൈലായിട്ട് പറയും, ഒരു ചെറിയ സസ്പെൻസ് ഇരിക്കട്ടെ അച്ചോ, അതല്ലേ ഒരു രസം. എന്നിട്ട് ആ സസ്പെൻസ് അനൂപ് മേനോൻ അപ്പൊ തന്നെ പൊളിയും. ഒരു ചെറിയ സസ്പെൻസ് ഇരിക്കട്ടെ അച്ചോ, അതല്ലേ ഒരു രസം.
ദ മോസ്റ്റ് ഷോർട്ട് ലിപ്ഡ് സസ്പെൻസ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് മലയാളം സിനിമ. പക്ഷേ ഒരു ചെറിയ വ്യത്യാസമുണ്ട് ഗൈസ്. നമ്മുടെ ഒള്ളി ഹൈ ക്ലാസ് റോൾസിൽ അഭിനയിക്കുന്ന അനൂപ് മേനോൻ, അതെ, നമ്മുടെ ഒള്ളി ഹൈ ക്ലാസ് റോൾസിൽ അഭിനയിക്കുന്ന അനൂപ് മേനോൻ ഈ സിനിമയിൽ ഒരു സാധാരണ പോലീസ് ഓഫീസർ, പേര് ശ്രാവൺ. JK ശ്രാവൺ വർമ്മ. നോട്ട് കിഡിങ് ഗൈസ്, അനൂപ് മേനോന്റെ സിനിമയിൽ മീൻ പോലും വർമ്മ. കിങ്ഫിഷ് വർമ്മ. ഏതോ വലിയ ഇല്ലത്തെ മീനാന്ന് തോന്നുന്നു. കിങ്ഫിഷ് വർമ്മ. ഓക്കെ, സോ എല്ലാ ക്യാരക്ടേഴ്സുമായി ഇനി ഒരാളും കൂടെ ഉണ്ട് ഈ സിനിമയിലെ അപരാധം, വെറുപ്പിക്കൽ സിംഹം ഇടുക്കുള, പ്ലേഡ് ബൈ ടെനി ടോം. JK ഒക്കെ ജനിക്കുന്നതിന് മുമ്പുള്ള ഏതോ മഹാഫലിതങ്ങളും കൊണ്ടാണ് പുള്ളി എത്തിയിരിക്കുന്നത്. എന്താ നിന്റെ പേര്? പൂജ. പൂജ. ഇവരക്കാരാ പൂജാരിമാരാ? ഇപ്പോഴത്തെ കുട്ടികൾക്ക് എത്ര കണക്ഷനാ? അപ്പൻ അറിഞ്ഞുകൊണ്ടൊരു കണക്ഷൻ, അപ്പൻ അറിയാതൊരു കണക്ഷൻ, കാമുകൻ അറിഞ്ഞുകൊണ്ടൊരു കണക്ഷൻ, കാമുകൻ അറിയാതൊരു കണക്ഷൻ. ഈ ഇത്രയും കണക്ഷൻ ഒരുമിച്ച് എടുത്തു കഴിഞ്ഞാലേ നിന്റെ നെറ്റ്വർക്ക് മൊത്തം ജാമായി പോകില്ലടി മോളെ. ഇവിടത്തെ ATM-ലെ വിസ കാർഡ് അല്ലാതെ മറ്റെല്ലാ കാർഡും എടുക്കൂ. എല്ലാ കാർഡ്സും എടുക്കും സാർ. പക്ഷെ എത്ര വലിയ മെഷീൻ ആണെങ്കിൽ അധികം കാർഡ്സ് ഇട്ട് കഴിഞ്ഞാൽ അത് ജാമായി പോവും. ചിരിച്ചെന്റെ വയറ് വേദനിക്കുന്നു. ഓക്കെ, സോ കമ്മിങ് ബാക്ക്, നമ്മുടെ അനൂപ് മേനോൻ ശ്രാവൺ വർമ്മ ബാങ്കിൽ വന്നതിനൊരു കാരണമുണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കളിക്കുടുക്ക് തീവ്രവാദികളിൽ ഒരുത്തൻ്റെ മനസ്സ് മാറിയിട്ട് അവൻ പോലീസിനെ വിളിച്ചിട്ട് അവരെ പറ്റി പറയും. ഹലോ, കമ്മീഷണർ ഹിയർ. ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ലിമോ ബാങ്കിന്റെ കൊച്ചിൻ മെയിൻ ബ്രാഞ്ചിൽ ഒരു വൻ റോബറി നടക്കും. എൻ്റെ പൊന്ന് ബ്രോ, നിനക്ക് ശരിക്കും തോന്നുന്നുണ്ട് അവന്മാരെ കൊണ്ട് വൻ റോബറി നടക്കുന്നൊക്കെ? ആ മണ്ടന്മാർക്ക് ആകെ അറിയാവുന്ന ബാങ്കിലെ കക്കൂസ് എവിടെയാണ്? പക്ഷെ ശ്രാവൺ വർമ്മയ്ക്ക് ഇതറിയില്ലല്ലോ. ശ്രാവൺ വർമ്മ ശരിക്കും എന്തൊക്കെയോ വൻ റോബറി നടക്കുന്നൊക്കെ വിചാരിച്ച് 2 കമാൻഡോസിനെയും കൂട്ടി വരും. What you mean, Shravan? So we need commandos here. ശ്രാവൺ വർമ്മയ്ക്ക് വേണ്ട ആദ്യത്തെ കമാൻഡോ ആണ്. I would like to have Idikula Stephen. ബെസ്റ്റ് കമാൻഡോ. ആൻഡ് ശ്രാവൺ വർമ്മയ്ക്ക് വേണ്ട രണ്ടാമത്തെ കമാൻഡോ ആണ് അവിനാഷ് ശേഖർ. ഓക്കെ, അപ്പൊ ബാങ്കിലുള്ള എല്ലാരെയും മനസ്സിലായല്ലോ. ഇനിയാണ് സ്റ്റോറി തുടങ്ങാൻ പോകുന്നത്. പെട്ടെന്ന് ബാങ്കിലെ കറണ്ട് പോകും. അയ്യോ സന്തോഷം, കറണ്ട് പോയപ്പോൾ UPS കട്ടായി. കറണ്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും അജയുടെ മരിച്ചു കിടക്കുന്നു. കേരളത്തിലെത്തിയ പവർ കട്ട് ഉറപ്പാ. അജയടാ. ഈ കൂട്ടത്തിൽ ആരായിരിക്കും അജയുടെ കൊന്ന്? Who laid the trap and who will bell the cat? We will find out. Who laid the trap and who will bell the cat? We will find out. In the next segment, മാസ്റ്റർ ഓഫ് ക്രിമിനൽസ്. പക്ഷേ അടുത്ത സെഗ്മെന്റിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഫിലിം മേക്കിംഗ് ഇഷ്ടമാണെങ്കിൽ, നിങ്ങൾ ഫിലിം മേക്കിങ്ങിന് വേണ്ടി പാഷനറ്റ് ആണ്, പക്ഷേ നിങ്ങൾക്ക് എവിടെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് അറിയണമെങ്കിൽ ലെവലപ്പ് ലേണിംഗ് ചെക്കൗട്ട് ചെയ്യാം. ലെവലപ്പ് ഇന്ത്യയുടെ ലാർജസ്റ്റ് ഫിലിം മേക്കിംഗ് കമ്മ്യൂണിറ്റിയാണ്. ആൻഡ് അവർ നിങ്ങൾക്ക് ഫിലിം മേക്കിംഗ് എഡ്യൂക്കേഷൻ ഒരു അഫോർഡബിളും എൻഗേജിംഗ് വേയിലും ഓഫർ ചെയ്യുന്നു. ഒരുപാട് ഫേമസ് ഫിലിം മേക്കേഴ്സ്, കാർത്തിക് സുബരാജ്, ലോകേഷ് കനകരാജ്, നെൽസൺ, അതുപോലെ മ്യൂസീഷ്യൻസ് ലൈക്ക് രവി ബസ്രൂർ, ഇവരെല്ലാം ലെവലപ്പുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളൊരു വർക്കിംഗ് പ്രൊഫഷണലാണ് അല്ലെങ്കിൽ ഒരു ബിസിനസ് ഓണറാണ്, നിങ്ങൾക്ക് ഫിലിം സ്കൂളിൽ പോകാനുള്ള ടൈമോ അല്ലെങ്കിൽ അതിനുള്ള മണിയോ ഇല്ലെങ്കിൽ, എക്സ്പെൻസീവ് ആണെങ്കിൽ ലെവലപ്പ് ഒരു നല്ല ഓപ്ഷനാണ്. ലെവലപ്പ് ഒരു 3 month ബ്രേക്ക് ത്രൂ ഫിലിം മേക്കേഴ്സ് പ്രോഗ്രാം ഓഫർ ചെയ്യുന്നുണ്ട്. സോണിയാണ് അതിനെ പവർ ചെയ്തിരിക്കുന്നത്. വീക്കെൻഡ്സ് മാത്രമേ ക്ലാസ് ഉള്ളൂ ആൻഡ് ഓൺലൈൻ ക്ലാസ്സസ് ആണ്. ഈ കോഴ്സിലൂടെ നിങ്ങൾക്ക് ഫിലിം മേക്കിങ്ങിൻ്റെ A to Z, ലൈക്ക് റൈറ്റ് ഫ്രം സ്ക്രീൻ റൈറ്റിംഗ് ടു പോസ്റ്റ് പ്രൊഡക്ഷൻ, മാർക്കറ്റിംഗ്, ഹൗ ടു യൂസ് AI ഇൻ ഫിലിം മേക്കിംഗ് എല്ലാം പഠിക്കാവുന്നതാണ്. ആൻഡ് നിങ്ങളെ പഠിപ്പിക്കുന്നത് പ്രാക്ടീസിങ് ഫിലിം മേക്കേഴ്സ് ആയിരിക്കും. ലൈക്ക് ഫിലിം മേക്കേഴ്സ് ഹു വർക്ക്ഡ് ഇൻ പ്രോജക്ട്സ് ലൈക്ക് 2.0, സീതാരാമം, സൂപ്പർ ഡീലക്സ്, വക്കീൽ സാബ് ആൻഡ് അതർ നെറ്റ്ഫ്ലിക്സ് പ്രോജക്ട്സ്. ഈ എൻറ്റയർ കോഴ്സ് പവർഡ് ബൈ സോണിയാണ്. ആൻഡ് ഈ കോഴ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് സോണിയുടെ വക നിങ്ങൾക്ക് ഒരു സർട്ടിഫിക്കറ്റും കിട്ടുന്നതാണ്. ഈ കോഴ്സിലേക്കുള്ള അഡ്മിഷൻ പ്രോസസ്സ് കുറച്ച് റിഗറസ് ആണ്. അപ്ലൈ ചെയ്യുന്നവർ 10% ആൾക്കാരെ അവർ സെലക്ട് ചെയ്യും, അതും ഒരു ഇൻ്റർവ്യൂവിന് ശേഷം. പേഴ്സണൽ അറ്റൻഷൻ എൻഷുർ ചെയ്യാൻ വേണ്ടിയാണ് ബാച്ച് സൈസ് ഇങ്ങനെ സ്മോളായി വെച്ചിരിക്കുന്നത്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ പ്രോസസ്സ് ഫാസ്റ്റ് ട്രാക്ക് ചെയ്യാൻ പറ്റും. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ ചെക്കൗട്ട് ചെയ്യാൻ. നിങ്ങൾ ഫിലിം മേക്കിങ്ങിൽ ഇൻട്രസ്റ്റഡ് ആണ് അല്ലെങ്കിൽ പാഷനറ്റ് ആണ്, നിങ്ങൾക്ക് എവിടെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് അറിയുമെങ്കിൽ ഡെഫിനറ്റ്ലി ലെവലപ്പ് ലേണിംഗ് ചെക്കൗട്ട് ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ ഓക്കെ, ഇനി നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് കടക്കാം, മാസ്റ്റർ ഓഫ് ക്രിമിനൽസ്. ഓക്കെ, സോ അജയുടെ മരിച്ചേക്കാണ്. അജയുടെ പേരൻസ് ഹൃദയം തകർന്നിരിക്കുകയാണ്. Whoever be my son's murderer in this crowd, they should not be escaped. I know. So fast he reached the house.
So fast I've reached the house. പെട്ടെന്ന് ശ്രാവൺ വർമ്മ അനൂപ് മേനോൻ പറയും കൊലയാളി ബാങ്കിനകത്ത് എന്നോട് ബാങ്ക് ഫുൾ ഷട്ടർ ഇട്ട് മൂടാൻ. ബാങ്കിനുള്ളിൽ നിന്നും ഒരാളും വെളിയിലേക്കും പോകില്ല. ബാങ്ക് ഫുൾ ഷട്ടർ ഇട്ട് മൂടിയതിനു ശേഷം പോലീസ് ഓരോരുത്തരെ ചോദ്യം ചെയ്യാൻ തുടങ്ങും. He came with you and you came with him. Now who will come with you? Come and stand here. Should I come with you? ചോദ്യം ചെയ്ത് ഇവർ കളിക്കുടുക്ക തീവ്രവാദികളെ ചോദ്യം ചെയ്യും. What's wrong with you, man? നീ എന്താണ് ഈ രണ്ടാനമ്മയുടെ പോലെ കുടുങ്ങി നിൽക്കുന്നത്? വാതോർന്ന് പറയണം, അവരുടെ കൈക്ക് പണി ഉണ്ടാക്കാതെ. എന്നിട്ട് അവരുടെ ബാഗ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അവരുടെ ബാഗിൽ തോക്ക്. പേടിച്ച കളിക്കുടുക്ക തീവ്രവാദികൾ രക്ഷപ്പെടാൻ വേണ്ടി ഷട്ടർ ഇട്ട് പൂട്ടിയേക്കണ ഈ ബാങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. പക്ഷെ പെട്ടെന്നാണ് ഗൈസ് ട്വിസ്റ്റ് ഓഫ് ദ സെഞ്ചുറി. I am സൽമാൻ നസ്രുദ്ദീൻ. എന്താ ഓഫീസർ, ഈ ഒരു ട്വിസ്റ്റ് തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ? എന്താ അല്ലേ ഒരു ദൈവിക ട്വിസ്റ്റ്. പക്ഷെ എനിവേ സന്തോഷമാണ് ഗൈസ്. മാസ്റ്റർ ഓഫ് ക്രിമിനൽസ് എത്തി. സൽമാൻ അസ്രം. അവിനാശ്, ഇതാണോ മാസ്റ്റർ ഓഫ് ക്രിമിനൽസ്? അവൻ അവിടെ മാസ്റ്റർ ഓഫ് ക്രിമിനൽസ് സൽമാൻ. അവിനാശ്, എന്തൊക്കെ ആഗ്രഹങ്ങളായിരുന്നു. Will become rich. ഈ റോബറിയുടെ മാസ്റ്റർ പ്ലാൻ എന്റെയാണ്. ആണല്ലേ, വെൽ എക്സിക്യൂട്ടഡ്. ഓക്കെ, അപ്പൊ നമ്മുടെ ബാത്റൂം ബോയ്സിനെ പിടിച്ച സ്ഥിതിക്ക് ഇനി നമുക്ക് റിയൽ മാറ്റേഴ്സിലേക്ക് വരാം. അജയുടെ കില്ലറിനെ കണ്ടുപിടിക്കാം ഇൻ ദ നെക്സ്റ്റ് സെഗ്മെന്റ്, വേൾഡ്സ് വേഴ്സ്റ്റ് ഡിറ്റക്റ്റീവ്. ശ്രാവൺ വർമ്മ ഇസ് ദ വേഴ്സ്റ്റ് ഫക്കിംഗ് ഡിറ്റക്റ്റീവ് വി ഹവ് സീൻ ഇൻ അവർ ലൈഫ്സ്. ലൈക്ക് പുള്ളിക്ക് 5 പൈസയുടെ ബുദ്ധിയില്ല. മർഡർ നടന്നുടനെ പുള്ളി ഫസ്റ്റ് ചെയ്യുന്നത് എന്തറിയാമോ? ചോര പുരണ്ട മർഡർ വെപ്പൺ വിരൽ കൊണ്ട് ഇങ്ങനെ എടുക്കും. എടോ, താൻ എന്തൊരു വാഴയാ? താൻ ഏത് സ്റ്റേഷനിലെ പോലീസ് ഓഫീസറാ? വാഴക്കുളം. ഫൈൻ. ഈ മണ്ടത്തരം കഴിഞ്ഞിട്ട് പുള്ളി അടുത്ത മണ്ടത്തരം പറയും. പുള്ളി പറയും ഈ കേസ് 4 മണിക്ക് ശേഷം, അതായത് ബാങ്കിങ് അവേഴ്സ് കഴിഞ്ഞാൽ പിന്നെ സോൾവ് ചെയ്യാൻ പറ്റൂല. പക്ഷെ നമ്മുടെ മുമ്പിലുള്ള ഇപ്പോഴത്തെ ചാലഞ്ച് ഇതൊന്നുമല്ല. കൊലയാളിയെ കണ്ടെത്താൻ നമുക്ക് കുറച്ച് സമയമേ ബാക്കിയുള്ളൂ. ജസ്റ്റ് എ ഫ്യൂ അവേഴ്സ്, ദ ബാങ്കിങ് അവേഴ്സ്. താൻ എന്തിനാ 4 മണിക്ക് സോൾവ് ചെയ്യുന്നത്? ഒരു 5 മണി 6 മണി 7 മണി വരെ ബാങ്ക് അടച്ചിട്ടിരുന്നു സോൾവ് ചെയ്യും. ചുമ്മാ അനാവശ്യം ഡെഡ് ലൈൻ ഒക്കെ ഉണ്ടാക്കി വെക്കുന്നു. ജസ്റ്റ് എ ഫ്യൂ അവേഴ്സ്, ദ ബാങ്കിങ് അവേഴ്സ്. പൈസക്കാരുടെ പിള്ളേരെയൊക്കെ പോലെ ഇല്ലാത്ത പ്രശ്നം ആലോചിച്ചുണ്ടാക്കും. ഇത് കഴിഞ്ഞിട്ട് പുള്ളി അടുത്ത മണ്ടത്തരം കാണിക്കും. പുള്ളിക്ക് ഈ മർഡർ വെപ്പണായ ബ്ലേഡിന്റെ ബാക്കി പകുതി ബാങ്കിൽ നിന്ന് ഒരിടത്ത് നിന്ന് കിട്ടും. അത് പുള്ളി വിരൽ കൊണ്ട് ഇങ്ങനെ എടുക്കും. എന്നിട്ട് പുള്ളി പറയും This may be part of the same blade or may not be. What? Of course. What do you mean it may or may not be part of the same blade? Obviously it's part of the same blade. പിന്നെ വേറൊരു ബ്ലേഡിന്റെ പകുതി ബാങ്കിൽ ചുമ്മാ ഇങ്ങനെ കിടക്കും. This may be part of the same blade or may not be. എന്നിട്ട് എന്തോ ഭാഗ്യത്തിന് ഈ ശ്രാവൺ വർമ്മയ്ക്ക് ഒരു ചെറിയ കോമൺ സെൻസ് വരും. എന്നിട്ട് അയാൾ മനസ്സിലാക്കും, ഓക്കെ ബാങ്കിൽ കറണ്ട് പോയപ്പോഴാണല്ലോ ഈ മർഡർ നടന്നത്. പക്ഷെ ആ സമയം വേറെ എവിടെയും കറണ്ട് പോയിരുന്നില്ല. സർ, രാവിലെ മുതൽ ഇതുവരെ ഒരിടത്തും കറണ്ട് പോയിട്ടില്ല. അതിന്റെ അർത്ഥം ആരോ താഴെ ജനറേറ്റർ റൂമിൽ പോയി ഫ്യൂസ് ഓഫ് ചെയ്തതാണ്. ഈ ബിൽഡിംഗിലെ പവർ സപ്ലൈ മാത്രം ആരോ മനഃപൂർവ്വം ഇല്ലാതാക്കിയതാണ്. ആരായിരിക്കും അത്? കൊലയാളിയുടെ കൂടെ ഒരു സഹായി ഉണ്ടായിരുന്നെങ്കിൽ നേരത്തെ കിട്ടിയ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് അയാൾ പവർ ഓഫ് ആക്കിയതായിക്കൂടെ? യെസ്, ദാറ്റ്സ് ഇറ്റ്. അത്ഭുതകരമെന്ന് പറയട്ടെ, മർഡർ നടന്ന ഉടനെ ഒരുത്തൻ ജനറേറ്റർ റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നത് ശ്രാവൺ വർമ്മ കണ്ടായിരുന്നു. അപ്പൊ ക്ലിയർലി അവൻ ഈ മർഡറുമായിട്ട് പങ്കുണ്ടല്ലോ. അവൻ താഴെ ജനറേറ്റർ റൂമിൽ പോയി ഫ്യൂസ് ഓഫ് ചെയ്ത് ഇരുട്ടാക്കിയപ്പോഴാണ് റിയൽ കൊലപാതകി ഇവിടെ കൊലപാതകം നടത്തിയത്. അപ്പൊ ഇവർ രണ്ടുപേരും കണക്റ്റഡാണ്. ഇത് മനസ്സിലാക്കി ശ്രാവൺ അവനെ ഇടിച്ച് സൂപ്പാക്കും. Ramendran, son of Ramendran Nair, Chelakara PO, Vaishnav Vilas, and your number is 9223334. സാർ, അതിൽ 8 ഡിജിറ്റേ ഉള്ളൂ. 9223334. Am I right? ശ്രാവൺ വർമ്മയും ഗ്യാങ്ങും കൂടെ അവനെ ഇടിച്ച് റൊട്ടിയാക്കും. പക്ഷെ എന്നിട്ടും അവൻ പറയുന്നില്ല അവൻ ആർക്കു വേണ്ടിയാ കറണ്ട് ഓഫ് ചെയ്തതെന്ന്. വിഷ്ണു, ഐ നോ നീ ഒരു സഹായി മാത്രമാണ്, കില്ലർക്ക് വേണ്ടി കറണ്ട് ഓഫ് ആക്കിയവൻ. എനിക്ക് കൂടുതലൊന്നും നിന്നോട് ചോദിക്കാനില്ല. ആർക്ക് വേണ്ടിയാണ് നീ കറണ്ട് ഓഫ് ആക്കിയത്? ഇല്ല സർ, എനിക്കൊന്നും അറിയില്ല. പക്ഷെ അത് സീനില്ല.
കാരണം കറണ്ട് ഓഫ് ചെയ്യുന്നതിന് മുമ്പ് കൊലപാതകി അവനെ വിളിച്ചാണല്ലോ, എടാ മോനെ നീ കറണ്ട് ഓഫ് ചെയ്യ്, ആ സമയം ഞാൻ കൊല്ലാമെന്ന്. അപ്പം നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും, അവൻ്റെ ഈ പിടിച്ചവൻ്റെ കോൾ ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ പോരെ, അവൻ്റെ റിസീവ്ഡ് കോൾസ് എടുത്ത് നോക്കിയാൽ മതിയല്ലോ ആരാ അവനെ ഫോൺ ചെയ്യുന്നതെന്ന് കറണ്ട് ഓഫ് ചെയ്യുന്നതിന് മുമ്പ്. പക്ഷെ ശ്രാവൺ വർമ്മ എന്ത് ചെയ്യും, അവൻ്റെ റിസീവ്ഡ് കോൾസ് നോക്കുന്നതിന് പകരം ബാക്കി എല്ലാവരുടെയും ഡയൽഡ് കോൾസ് നോക്കും. ഫാസ്റ്റ് മൊബൈൽസ് പ്ലീസ്. 2 നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി എന്തൊക്കെ മണ്ടത്തരോ കാണേണ്ടി വരുന്നു. ഫാസ്റ്റ് മൊബൈൽസ് പ്ലീസ്. എന്നിട്ട് ശ്രാവൺ വർമ്മ ഇങ്ങനെ എല്ലാവരുടെയും ഫോൺ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവർ കാണിക്കും ഒരുത്തൻ മാത്രം ഫോൺ കൊടുക്കുന്നില്ല എന്ന്. അവൻ മാറിയിരുന്ന് വേറൊരുത്തന് മെസ്സേജ് അയക്കാം മർഡർ കമ്മിറ്റ് ചെയ്തതിനെ പറ്റി. അപ്പോഴാണ് നമുക്ക് ആ സത്യം മനസ്സിലാവുന്നത് ഗൈസ്, അവന് ഈ മർഡറുമായി യാതൊരു പങ്കുമില്ല. പിന്നെ എന്തിനാണ് കഴുത നീ ഫോൺ ഒളിപ്പിച്ച് വെച്ചിട്ട് മർഡർ കമ്മിറ്റഡ് എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുന്നു? You know what? Fuck it. Anyways, എന്നിട്ട് ശ്രാവൺ വർമ്മ എല്ലാവരുടെയും ഫോൺ ചെക്ക് ചെയ്യുമ്പോൾ ആരും ആ സമയത്ത് ഇവനെ വിളിച്ചിട്ടില്ല. അങ്ങനെ ആരാണ് ഇവനെ ഫോൺ ചെയ്തെന്ന് കണ്ടുപിടിക്കാൻ പറ്റാതെ അരുമേനോന് ഭ്രാന്തായിരിക്കുകയാണ്. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലായോ ഗൈസ്, ആരായിരിക്കും ഇവനെ ഫോൺ ചെയ്തത്? We will find out in the next segment. സിദ്ധാർത്ഥ് മേനോൻ. അവസാനമാണ് ശ്രാവൺ വർമ്മയ്ക്ക് കത്തുന്നത്, ഓക്കെ ഫക്ക്, ഞാൻ എൻ്റെ കൂടെയുള്ള 2 കമാൻഡോസിന്റെ ഫോൺ ചെക്ക് ചെയ്തില്ലല്ലോ. എന്നിട്ട് ശ്രാവൺ വർമ്മ അവരുടെ ഫോൺ ചെക്ക് ചെയ്യും. അവിനാഷിന്റെ മൊബൈലിലേക്ക് വിളിച്ചിട്ട് എന്നെ ഒന്ന് കിട്ടണമെന്ന് പറയണം. എന്റെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്നോ എൻഗേജ്ഡ് ആണെന്നോ എന്തെങ്കിലും പറഞ്ഞാൽ സർ DGP. താങ്ക് യു വെരി മച്ച് സർ. എനിക്ക് അവിനാഷിന്റെ ഈ മൊബൈൽ ഒന്ന് വേണമായിരുന്നു. ടേൺസ് ഔട്ട് അവിനാഷ് ശേഖറാണ് അജയ്ഡനെ കൊന്നത്. 10:25-നും 10:55-നും ഇടയ്ക്ക് നിന്റെ മൊബൈലിൽ നിന്നും ആകെ പോയ 3 കോളുകൾ ഒരു മൊബൈലിലേക്കായിരുന്നു. And I asked Revati to trace that number. The number belonged to you, Vishnu. എന്റെ SI വാഴക്കുളം, ഇത് കണ്ടുപിടിക്കണമെങ്കിൽ അവന്റെ റിസീവ്ഡ് കോൾസ് എടുത്ത് നോക്കിയാൽ പോരായിരുന്നോ? ഈ തപ്പി ഇവന്റെ ഡയൽഡ് കോൾസ് നോക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? വാഴക്കുളം. സോ സംഭവം എന്തെന്ന് പറഞ്ഞാൽ കുറെ വർഷം മുമ്പ് അവിനാഷ് ശേഖറിന്റെ സിസ്റ്ററിനെ അജയുടെ ആർക്കോ പിമ്പ് ചെയ്ത് കൊടുത്തു. തെറ്റിന്റെ ശാപമേറെ ജീവിക്കാൻ എനിക്ക് കഴിയില്ല. അതിന്റെ റിവെഞ്ച് ആയിട്ട് അവിനാഷ് ശേഖർ അജയുടെ ഇപ്പൊ തട്ടിയത്. ഹാളിന്റെ പുറത്തുള്ള ജനറേറ്റർ റൂമിൽ അവിടുത്തെ മെയിൻ സ്വിച്ചും എല്ലാ ബാക്കപ്പും നീ കട്ട് ചെയ്യണം. ഐ ഡോണ്ട് വാണ്ട് ഹിം ടു ലീവ് ദിസ് ബാങ്ക് അലൈവ്. അജയ്ടാ. എന്നിട്ട് ശ്രാവൺ വർമ്മ അവിനാഷ് ശേഖറിനെയും പിടിച്ചോണ്ടു. പടം തീർന്നോ? അല്ല, മറ്റേ ഷാങ്കിയും മറ്റേ ടൈം ട്രാവൽ മരുമോന്റെയും കാര്യം എന്തായി? അല്ല, മറ്റേ JKന്റെ വൈഫിന്റെ ഗോൾഡ് ലോൺ ഇർഷാദിന്റെ മോളെ സലീം ബാബു തട്ടിക്കൊണ്ടുപോയില്ലേ? മറ്റേ ഷൊണ്ണാർക്കോ മറ്റേ മർഡർ കമ്മിറ്റഡ് എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചതോ? ഇതൊന്നും എന്താ ഇതിനെ പറ്റി ഒന്നും പറയാത്ത? ഇവിടെ ജസ്റ്റ് അങ്ങ് തീർന്നു. സോ ഫണ്ണി. ഇവർ ഒരു പോയിന്റിൽ കുറെ പ്ലോട്ട് പോയിന്റ്സ് ഒക്കെ ഇന്റർവ്യൂസ് ഇല്ലേ, ഏതെങ്കിലും ഒരെണ്ണം സോൾവ് ചെയ്യാന്ന് വിചാരിച്ച് ഇർഷാദിന്റെ മോളെ സലീം ബാബയുടെ അടുത്ത് രക്ഷിക്കാൻ ശ്രമിക്കും. ആൻഡ് ദെൻ അനു മേനോൻ ലൈക്ക് ഷിറ്റ്, 10 മിനിറ്റിൽ കുട്ടി മരിക്കും, എങ്ങനെയും രക്ഷിക്കണോ? ഇവിടുന്ന് ഈ പറഞ്ഞ സ്ഥലത്തേക്ക് എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് ട്രേസ് ഔട്ട് ചെയ്തോ? അറൌണ്ട് 10 kilometers sir. 10 kilometers in this traffic, it's almost impossible. ഇനിയിപ്പോ എന്താ ചെയ്യാ? അപ്പൊ നമ്മളിങ്ങനെ ത്രില്ലടിച്ചിരിക്കുകയാണ് എന്ത് സംഭവിക്കുന്നു. അപ്പൊ അനു മേനോൻ പറയും ഈ അവസരത്തിൽ ഒരാൾക്കെ രക്ഷിക്കാൻ പറ്റുമോ? സിദ്ധാർത്ഥ് മേനോൻ. There is only one person who can possibly do this. It is Siddharth Menon. അപ്പൊ നമ്മളിങ്ങനെ കട്ടയ്ക്ക് വെയിറ്റ് ചെയ്യുക, ഷിറ്റ് ആരാ സിദ്ധാർത്ഥ് മേനോൻ എന്ന്. There is only one person who can possibly do this. It is Siddharth Menon. And then not kidding guys, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പൊ പോയി ചെക്ക് ചെയ്യാം. They completely forget about it. Like സിദ്ധാർത്ഥ് മേനോൻ ആരാ, ഇർഷാദിന്റെ മോൾക്ക് എന്തു പറ്റി, സലീം ബാബു പിടിച്ചു, ഒന്നും പിന്നെ ഈ സിനിമയെ പറയൂല. ജസ്റ്റ് അടുത്ത സീൻ മർഡർ സോൾവ് ചെയ്യുന്നതിനെ പറ്റി പോകും. There is only one person who can possibly do this. It is Siddharth Menon. കൊച്ചി ലിമോ ബാങ്കിനകത്ത് ഇന്ന് രാവിലെ നടന്ന കൊലപാതകത്തിൽ which is an interesting tactic actually. കാരണം ലൈഫിൽ നമ്മുടെ അടുത്ത് ഓരോരുത്തരും ഓരോ സഹായം ചോദിച്ചു വരും. അത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവരുടെ അടുത്ത് പറയണം, എടാ ഇത് എനിക്ക് പറ്റില്ല, സിദ്ധാർത്ഥ് മേനോനെ പറ്റുമെന്ന്. അപ്പോൾ അവർ ആലോചിച്ചുകൊണ്ടിരിക്കും സിദ്ധാർത്ഥ് മേനോൻ ആരാണ്. അപ്പോൾ അങ്ങ് മുങ്ങണം. There is only one person who can possibly do this.
It is Siddharth Menon. കൊച്ചി ലിമോ ബാങ്കിനകത്ത് ഇന്ന് രാവിലെ നടന്ന കൊലപാതകം. എന്നിട്ട് ഈ ഉള്ള പ്രോബ്ലംസ് ഒന്നും സോൾവ് ആവാതെ ബാങ്കിങ് ഹവേഴ്സ് ജസ്റ്റ് പെട്ടെന്ന് അങ്ങ് തീരും. ജീവിതമൊക്കെ പോലെ. അപ്പോൾ ഇൻ കൺക്ലൂഷൻ എനിക്ക് പറയാനുള്ളത്, ലൈഫിൽ നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിരിക്കും. അതിനെപ്പറ്റി ഒന്നും അധികം ഓവർ തിങ്ക് ചെയ്യാതെ just say fuck it and move. അപ്പോൾ എല്ലാവർക്കും ഈ സീസണിലെ 3rd എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മൂവീസ്, നമ്മളുടെ മൂവീസ് കമന്റ് ബോക്സിൽ ഇടാം. നമ്മൾ ഡെഫിനറ്റ്ലി ചെക്കൗട്ട് ചെയ്യുന്നതായിരിക്കും. ഓൾസോ ഗൈസ്, നിസാരം ചെക്കൗട്ട് ചെയ്യില്ലെങ്കിൽ ചെക്കൗട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഇഷ്ടപ്പെടും. ഓൾസോ ലെവലപ്പ് ചെക്കൗട്ട് ചെയ്യുക. നിങ്ങൾ ഫിൽം മേക്കിങ്ങിനെ പറ്റി പാഷനേറ്റ് ആണെങ്കിൽ, നിങ്ങൾക്ക് ഒരു ഫിൽം മേക്കർ ആവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ലെവലപ്പ് ഒരു 3 month കോഴ്സ് ഓഫർ ചെയ്യുന്നുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, ചെക്കൗട്ട് ചെയ്യാം. ഓൾസോ ഗൈസ്, ഓൺ എ മോർ സീരിയസ് നോട്ട്, എനിക്ക് ഒരുപാട് മെസ്സേജസും കമൻസും വരാറുണ്ട്. കുറച്ചുകൂടെ ഫ്രീക്വൻ്റ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തൂടെ, ആഴ്ചയ്ക്ക് വീഡിയോ അപ്ലോഡ് ചെയ്തെന്ന് പറഞ്ഞ്. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, എനിക്കും ആഗ്രഹമുണ്ട് ആക്ച്വലി. പക്ഷേ ഐ വിൽ ബി വെരി ഓണസ്റ്റ്, അത് എന്നെ കൊണ്ട് സാധിക്കില്ല. അത് ചെയ്യാൻ ഒരാൾക്കേ പറ്റൂ. It is Siddharth Menon. കൊച്ചി ലിമോ ബാങ്കിനകത്ത് ഇന്ന് രാവിലെ നടന്ന കൊലപാതകത്തിൽ